ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇറാനോ, ഹമാസോ, അതോ ഹിസ്ബുല്ലയോ? പക്ഷേ ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറയുന്നത് മറ്റൊന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്ന് ഇറാനേക്കാൾ അപകടകാരി ഖത്തറാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് പോലും ഖത്തറിന് സ്വാധീനമുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ബെന്നറ്റ് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ബെന്നറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്? ഖത്തറിനെതിരെ ഇസ്രായേലിനുള്ളിൽ ഉയരുന്ന പുതിയ രാഷ്ട്രീയ പോരാട്ടം എന്താണ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയും ടുഗദർ പാർട്ടി നേതാവുമായ നഫ്താലി ബെന്നറ്റാണ് ഇങ്ങനെയൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. ഒരു ടെലിവിഷൻ അഭിമുഖത്തിലായിരുന്നു ബെന്നറ്റിന്റെ പ്രതികരണം. ഇറാനേക്കാൾ അപകടകാരിയാണ് ഖത്തറെന്നും താൻ ഇസ്രായേലിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുമെന്നും ബെന്നറ്റ് പറഞ്ഞു. ഇസ്രായേൽ ചാനൽ 12ന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ബെന്നറ്റ് ഖത്തറിനെതിരെ വിവാദ പരാമർശം ഉന്നയിച്ചത്. ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് തുറന്നു പറയുന്ന രാജ്യമാണ് ഇറാൻ. എന്നാൽ ഖത്തർ അങ്ങനെയല്ല, കൂടുതൽ അപകടകാരിയാണ്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന് ധനസഹായം നൽകിയത് ഖത്തറാണെന്നും ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള അൽ ജസീറ ചാനൽ നിരന്തരം ഇസ്രായേലിനെതിരെ പ്രചാരണം നടത്തുകയാണെന്നും ബെന്നറ്റ് ആരോപിക്കുന്നു. അമേരിക്കൻ സർവകലാശാലകളിലും ഇസ്രായേലിന്റെ രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിലും ഖത്തർ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ബെന്നറ്റ് പറയുന്നു. എന്നാൽ ബെന്നറ്റിന്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം മറ്റൊന്നാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും ഖത്തറിന് സ്വാധീനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഖത്തർ ഗേറ്റ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ വിവാദവുമായി ബന്ധപ്പെടുത്തിയാണ് ബെന്നറ്റ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഉപദേഷ്ടാക്കൾ ഖത്തറിന്റെ താൽപര്യങ്ങൾക്ക് അനുകൂലമായി ജനസമ്പർക്ക പ്രവർത്തനങ്ങൾ നടത്തിയെന്നായിരുന്നു വിവാദം. ഇസ്രായേലിലെ ചില ഗവേഷണ സ്ഥാപനങ്ങളും സ്വാധീന ശക്തിയുള്ള വ്യക്തികളും ചില ഉദ്യോഗസ്ഥർ വരെയും ഖത്തറിന്റെ ശമ്പള പട്ടികയിൽ ഉണ്ടാകാമെന്നാണ് തന്റെ വിശ്വാസമെന്ന് ബെന്നറ്റ് ആരോപിക്കുന്നു. ബെന്നറ്റ് ഇതാദ്യമായല്ല ഖത്തറിനെതിരെ രംഗത്തെത്തുന്നത്. അടുത്തിടെ നടത്തിയ മറ്റൊരു പ്രസംഗത്തിലും ഖത്തറിലെ ഭരണ നേതൃത്വത്തിന്റെ ദീർഘകാല ലക്ഷ്യം ഇസ്രായേലിനെ ദുർബലപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. അതേസമയം ഈ ആരോപണങ്ങൾ ഖത്തർ തള്ളിക്കളഞ്ഞു. അമേരിക്കയിലെ ഖത്തർ എംബസി ബെന്നറ്റിന്റെ പ്രസ്താവനകൾ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടത്തിനായുള്ള തെറ്റായ പ്രചാരണം മാത്രമാണെന്നാണ് പ്രതികരിച്ചത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ബന്ദിമോചന ചർച്ചകളിൽ വർഷങ്ങളായി മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ. അമേരിക്കയുമായും ഖത്തർ അടുത്ത സുരക്ഷാ സൈനിക ബന്ധം നിലനിർത്തുന്ന രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബെന്നറ്റിന്റെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര നയതന്ത്ര നിലപാടിനേക്കാൾ ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് പലരും വിലയിരുത്തുന്നത്. ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലവുമുണ്ട്. ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ശക്തമാകുന്നതിനിടെയാണ് ബെന്നറ്റിന്റെ ആരോപണങ്ങൾ. നെതന്യാഹു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബെന്നറ്റ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തർ ഗേറ്റും ദേശീയ സുരക്ഷയും ചേർത്ത് നെതന്യാഹുവിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമായും ഈ നീക്കത്തെ കാണാം. ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ യുദ്ധവും സുരക്ഷയും മാത്രമല്ല, ഖത്തറിന്റെ സ്വാധീനവും പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. ബെന്നറ്റിന്റെ ആരോപണങ്ങൾ ഇസ്രായേൽ രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കും? ഖത്തർ ഗേറ്റ് അന്വേഷണം പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് നയിക്കുമോ? വരുന്ന മാസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളാകും അതിന് ഉത്തരം നൽകുക.